മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ പഠിച്ചപ്പോൾ ഭൂമിയിലെ ആ സ്വർഗം നരകമായി മാറി. 1992 ആ വസന്തം ബോസ്നിയയിൽ വിരിയിച്ചത് പൂക്കളല്ലായിരുന്നു, പകരം ചോരപ്പുഴകളായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ ചുവന്ന മഷിയാൽ എഴുതപ്പെട്ട ഒരു വിലാപകാവ്യം. അതാണ് ബോസ്നിയൻ വംശഹത്യ. ആരായിരുന്നു ഇതിന്റെ ശില്പി? കവിതകൾ എഴുതുന്ന ഒരു കവി, മനസ്സിന്റെ മുറിവുകൾ ഉണക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, റെഡോവൻ കരാജിച്ച്. ഒരു കൈയിൽ തൂലികയും മറുകൈയിൽ വംശീയതയുടെ വിഷവിത്തുമായി അയാൾ രാഷ്ട്രീയത്തിലേക്ക് നടന്നുകയറി. മനോഹരമായ വരികൾ എഴുതിയ അതേ വിരലുകൾ കൊണ്ടാണ് 10,000-ങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഉത്തരവിൽ അയാൾ ഒപ്പിട്ടത്. യൂഗോസ്ലാവിയ എന്ന മഹാരാജ്യം ചിതറിയപ്പോൾ അധികാരത്തിന്റെ വിശപ്പ് കരാജിച്ചിനെ ഒരു വേട്ടക്കാരനാക്കി. സെർബിയൻ റിപ്പബ്ലിക് എന്ന സ്വപ്നം അയാൾ കണ്ടു. ആ സ്വപ്നത്തിന് തടസ്സമായി നിന്നത് വർഷങ്ങളായി ഒന്നിച്ചു ജീവിച്ചിരുന്ന അയൽവാസികളായിരുന്നു. മുസ്ലിം വിഭാഗമായ ബോസ്നിയാക്കുകളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ അയാൾ സൈന്യത്തെ വിട്ടു. സ്ലോബോഡൻ മിലോസെവിച്ചിന്റെ തണലിൽ റാഡ്കോ മ്ലാഡിച്ചിന്റെ തോക്കിൻ മുനയിൽ ബോസ്നിയ വിറച്ചു. സരായവോ നഗരം 1000 ദിവസങ്ങൾ ശ്വാസം മുട്ടിനിന്നു. മലമുകളിൽ നിന്ന് മരണത്തിന്റെ പക്ഷികളെ പോലെ വെടിയുണ്ടകൾ താഴേക്ക് പതിച്ചു. ട്രെബ്രണിക്ക്, ആ പേര് കേൾക്കുമ്പോൾ ഇന്നും ലോകത്തിന്റെ മനസാക്ഷി നീറുന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ 8000-ത്തിലധികം പുരുഷന്മാരാണ് അവിടെ മണ്ണടിയപ്പെട്ടത്. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ക്രൂരതയുടെ ആഴമളക്കാൻ ചരിത്രത്തിന് പോലുമായില്ല. യുദ്ധം തോറ്റപ്പോൾ അയാൾ ഓടിപ്പോയി. ആധ്യാത്മിക വൈദ്യനായി താടിയും വേഷവും മാറി ഡ്രാഗൺ ഡാബിക് എന്ന പേരിൽ ലോകത്തെ അയാൾ കബളിപ്പിച്ചു. പക്ഷേ രക്തം പുരണ്ട കൈകൾ ഒളിച്ചുവെക്കാൻ ഒരിടവും ഈ ഭൂമിയിലില്ല. 2008 നീതിയുടെ വാൾ അയാളെ തേടിയെത്തി. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ അയാൾ കുറ്റക്കാരനായി വിധി കേട്ടു. അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അഴിക്കുള്ളിലെ ഇരുട്ടിലേക്ക് അയാൾ വീണു. ചരിത്രം കരാജിജിനെ ഓർക്കുന്നത് ഒരു ഭരണാധികാരിയായല്ല, പകരം മാനവികതയുടെ കൊലയാളി എന്നാണ്. മതത്തിന്റെയും വംശത്തിന്റെയും പേരിൽ മനുഷ്യൻ തകർക്കപ്പെടുമ്പോൾ ഈ ഓർമ്മകൾ നമുക്കൊരു പാഠമാണ്. മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഇനിയൊരു ബോസ്നിയ ആവർത്തിക്കാതിരിക്കട്ടെ.